തോട്ടട ITI സംഘർഷത്തിൽ നടപടിയില്ല എന്നാരോപിച്ച് KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. ബഹുമാന്യനായ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ P. മുഹമ്മദ് ഷമാസ്, ആൻ സെബാസ്റ്റ്യൻ, KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അതുൽ MC, KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന ഭാരവാഹികളെ, പ്രിയപ്പെട്ടവരെ, എത്തരമൊരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് അടക്കമുള്ള KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ഇത്തരമൊരു സാഹചര്യത്തിലാണ് കമ്മീഷൻ ഓഫീസിലേക്ക് KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു മാർച്ചുമായി കടന്നു വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം കണ്ണൂർ ITIയിലകത്ത് KSUവിന്റെ കൊടിമരം സ്ഥാപിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ, KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ, KSUവിന്റെ ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കണ്ണൂർ ITIയിലേക്ക് അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റിനെ ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കടന്നുപോയ സമയത്ത് അവിടെ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് അടക്കമുള്ള KSUവിന്റെ സംസ്ഥാന ഭാരവാഹികളെ, KSUവിന്റെ ജില്ലാ ഭാരവാഹികളടക്കം അതിക്രൂരമായി മർദ്ദിക്കുന്ന SFIയുടെ ജില്ലാ സെക്രട്ടറിയുടെയും ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അതിക്രൂരമായി മർദ്ദിക്കുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് ആ സമയത്ത് നമുക്കറിയാം, കേരള മനസാക്ഷിയെ ഒട്ടനാകെ വേദനിപ്പിച്ച ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റിനെ, KSUവിന്റെ സഹപ്രവർത്തകരെ ക്രൂരമായി മർദ്ദത്തിന് ശേഷം ആ KSUവിന്റെ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് നീക്കുന്ന സമയത്ത് കൈകൊട്ടി ചിരിച്ച് കൂക്കി വിളിച്ച് എതിരേറ്റ SFIയുടെ തെമ്മാടിക്കൂട്ടം ഈ കണ്ണൂർ ജില്ലക്കകത്ത് ക്രിമിനൽ പ്രവർത്തനവുമായി, സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അത്തരത്തിലുള്ള കോട്ടകളൊന്നും ഈ കണ്ണൂർ ജില്ലക്കകത്തോ കേരള സംസ്ഥാനത്തിനകത്തോ സാധ്യമല്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു മാർച്ചുമായി കടന്നു വരുന്നത്. തോട്ടട ITI സംഘർഷത്തിൽ നടപടിയില്ലെന്ന് ആരോപിച്ച് KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടക്കുകയാണ്. KSUവിന്റെ ജില്ലാ ഭാരവാഹികളെല്ലാം ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ക്യാമ്പസിൽ KSUവിന്റെ കൊടി കെട്ടുന്നതിനെ ചൊല്ലിയാണ് SFI KSU സംഘർഷം ഉണ്ടാകുന്നത്. അതിലാണ് വേണ്ട നടപടിയില്ല എന്നുള്ള ഒരു ആരോപണവും അതിലാണ് പ്രതിഷേധവും നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ ആണ് ചേരുന്നത് കണ്ണൂരിൽ നിന്നും. നിഖിൽ, അന്ന് തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ് ഇവരുടെ ഒരു ആവശ്യം? ഏത് രീതിയിലുള്ള നടപടി വേണമെന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്? തോട്ടട ITIയിലെ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റിനെ ഉൾപ്പെടെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നില്ല.
പോലീസ് എന്നാരോപിച്ചാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് KSU സംഘടിപ്പിച്ചിരിക്കുന്നത്. KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അല്പസമയത്തിനകം മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. 100ഓളം പ്രവർത്തകർ പ്രകടനമായി എത്തി. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ ബാരിക്കേഡ് തീർത്ത് പോലീസ് ഈ പ്രകടനം തടഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടന പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള സുരക്ഷ പോലീസ് നേരത്തെ തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു. ഗതാഗതം വഴിതിരിച്ച് വിട്ട് ഉൾപ്പെടെ എല്ലാവിധ സുരക്ഷയും പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ തോട്ടട ITI കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച നടന്നതാണ്. മാത്രമല്ല സർവകക്ഷി യോഗം ചേരുകയും അതിനുശേഷം ഈ സംഘർഷങ്ങളിൽ നിന്ന് ഇരുവിഭാഗവും പിന്മാറുമെന്ന് പോലീസിന് ഉറപ്പു നൽകുകയും ഒക്കെ ചെയ്തതാണ്. അതേസമയം പോലീസ് യഥാർത്ഥ പ്രതികളിലേക്ക് അവരെ പിടികൂടുന്നതിലേക്ക് എത്തുന്നില്ല എന്നതാണ് KSUവിന്റെ ആരോപണം. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇത്തരത്തിൽ പ്രതികളായ SFI പ്രവർത്തകരെ സംരക്ഷിക്കുകയാണ്, അവരെ പിടികൂടുന്നില്ല തുടങ്ങിയ ആക്ഷേപങ്ങളാണ് KSUവിന് ഇപ്പോഴും ഉള്ളത്. പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപം KSU ശക്തമായി ഇപ്പോഴും ഉയർത്തുകയാണ്. നേരത്തെ സർവകക്ഷി യോഗത്തിലും ഇത്തരത്തിൽ KSU ഉന്നയിച്ച കാര്യം ഇതുതന്നെയായിരുന്നു. കാരണം അതിക്രൂരമായ മർദ്ദനം നടത്തി അവിടെ യൂണിറ്റ് രൂപീകരിച്ചത് മുതൽ SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള മർദ്ദനം തങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. സംഘർഷം അത് പുറത്തുനിന്ന് സമീപത്തെ തോട്ടട പോളിടെക്നിക്കിൽ നിന്ന് അടക്കമുള്ള SFI പ്രവർത്തകർ എത്തി, SFIയുടെ ഭാരവാഹികൾ തന്നെ എത്തി ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് KSUവിന്റെ ആരോപണം. ആ ആരോപണം ഉന്നയിച്ചാണ് ഇനിയെങ്കിലും കൃത്യമായ നടപടികൾ ഉണ്ടാകണം, യൂണിറ്റ് പ്രസിഡന്റിനെ ഉൾപ്പെടെ അതിക്രൂരമായി മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KSU ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അലോഷ്യസ് സേവ്യർ സംസാരിക്കുകയാണ്. കണ്ണൂർ തോട്ടടയിൽ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ KSUവിന്റെ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇപ്പോൾ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ഈ മാർച്ചിന്റെ മുഖ്യ സംഘാടകരും